മകരവിളക്കിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ശബരിമല സന്നിധാനം. വൈകുന്നേരം തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക ദീപാരാധന നടക്കും. ആ ദീപാരാധന സമയത്ത് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ശോഭായാത്ര, ഘോഷയാത്ര ഇപ്പോൾ മൂന്നാമത്തെ ദിവസം യാത്ര ആരംഭിച്ചിരിക്കുന്നു. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച യാത്ര ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നിലയ്ക്കലിന് ശേഷം പിന്നീട് അതിഘോരമായ വനങ്ങൾ കടന്നാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് മിഥുനിലേക്കൊന്ന് പോകണം. ശബരിമല 18-ാം പടിക്ക് താഴെ മിഥുനുണ്ട്. നമ്മൾ സോപാനത്താണ് നിൽക്കുന്നതെങ്കിൽ തൊട്ട് താഴെ ആഴിയുടെ സമീപത്ത് 18-ാം പടിക്ക് സമീപത്തായി മിഥുൻ മുരളി തയ്യാറാണ്. മിഥുൻ, ശബരിമല എല്ലാ അർത്ഥത്തിലും മകരവിളക്ക് സന്ധ്യയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വൈകുന്നേരം ഇന്നിപ്പോൾ മകരസംക്രമ പൂജ നടക്കുകയാണ്. ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനമാണല്ലോ ഈ മകരസംക്രമ പൂജയായി നമ്മൾ കണക്കാക്കുന്നത്. അത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ മഹത്തരമായ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഗംഗയുടെ തീരത്തുമൊക്കെ വളരെ വിപുലമായ പൂജകൾ, ആഘോഷങ്ങൾ ഈ വേളയിൽ ഈ ദിവസം നടക്കാറുണ്ട്. ഇന്നിപ്പോൾ ശബരിമലയിലെ മറ്റ് ഒരുക്കങ്ങൾ എന്താണ്? 18-ാം പടിക്ക് താഴെയുള്ള സാഹചര്യം എന്താണ്? ഭക്തരുടെ തിരക്ക് എത്രത്തോളമാണ് മകരവിളക്ക് പുലർച്ചെ? ഗൗതം, സ്വാമി ശരണം ശരണമയ്യപ്പ വിളികൾ മാത്രമാണ് മുഴങ്ങുന്നത്. ഞാനും ഗൗതമും എല്ലാം രാവിലെ എഴുന്നേറ്റത് ഇന്നലെ രാത്രി ഉറക്കത്തിലേക്ക് പോയതുമെല്ലാം ആ ശരണം വിളികൾ കേട്ടുകൊണ്ടാണ്. ഇപ്പോൾ 18-ാം പടിക്ക് താഴെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഭക്തജനങ്ങളെ ഘട്ടഘട്ടമായി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കയറിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ നമ്മൾ പലയിടങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന ഭക്തജനങ്ങൾ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. സന്നിധാനത്ത് പർണശാലകളിലായി അയൽ സംസ്ഥാന ഭക്തജനങ്ങളെല്ലാം മകരവിള ജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദിവ്യ ജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് എത്രത്തോളം ത്യാഗത്തോടു കൂടിയുള്ളതാണെന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുക, സ്വാമിക്ക് മുന്നിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി എത്ര ത്യാഗ മനോഭാവത്തോടു കൂടിയാണ് സന്നിധാനത്ത് എത്തുന്നത്. വെയിൽ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. എല്ലാം സഹിച്ചുകൊണ്ട് ത്യാഗത്തോടു കൂടി അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ലക്ഷം ഭക്തരെയാണ്, എത്രയോ ഭക്തസഹസ്രങ്ങളെയാണ് നമ്മൾ സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി കാണുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പൊരി വെയിലത്ത് കിടന്നുറങ്ങുന്ന ഭക്തരെ കണ്ടു. ഇന്നലെ മഞ്ഞത്ത് കിടന്നുറങ്ങുന്ന ഭക്തരെ കണ്ടു. ഒരല്പം സ്ഥലം മാത്രം മതി അവർക്കൊന്ന് തല ചായ്ക്കാൻ, ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പോഴെല്ലാം അവരുടെ മനസ്സിൽ അയ്യപ്പസ്വാമിയുടെ ആ രൂപം മാത്രമാണ്, ആ ദിവ്യ ജ്യോതി ദർശിക്കുക എന്നുള്ള ആ ചിന്ത മാത്രമാണ്. തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുക, ഭഗവാൻ തിരുവാഭരണ വിഭൂഷിതനായി മാറുമ്പോൾ മകരസംക്രമ നാളിൽ തെളിയുന്ന ആ ദിവ്യ ജ്യോതി ദർശിക്കുക എന്നുള്ള ആ ചിന്തയോട് കൂടി സന്നിധാനത്തെ വിവിധ ഇടങ്ങളിൽ കാത്തിരിക്കുന്ന എത്രയോ ഭക്തരെയാണ് നമ്മൾ ഈ നിമിഷം കാണുന്നത്. അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, പാണ്ടിത്താവളം, മറ്റു ഭാഗങ്ങൾ, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ എന്നിങ്ങനെ വിശ്രമിക്കാൻ ഇടയുള്ള ഭക്തർക്ക് ഒന്ന് തലചായ്ക്കാൻ, ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഭക്തർ അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഈ നിമിഷം നമ്മൾ സന്നിധാനത്ത് നിന്ന് കാണുന്നത്. ഇന്നലെ രാത്രിയും എല്ലാം കണ്ടത് അങ്ങനെയാണ്. ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ഭക്തജന നിബിഡമായി മാറിയിരിക്കുന്ന സന്നിധാനം, അവരെല്ലാം കാത്തിരിക്കുന്നത് ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ അയ്യപ്പ ഭക്തനും അയ്യപ്പ ഭക്തൻ്റെയും കലണ്ടർ ഒരു മകരസംക്രമ നാൾ മുതൽ, ഒരു മണ്ഡലകാലം മുതൽ അടുത്ത മണ്ഡലകാലം വരെ, മകരസംക്രമ നാൾ വരെ എന്നുള്ളതാണ് കണക്കാക്കുമ്പോൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. അവരുടെ ആത്മനിർവൃത്തിയുടെ ദിവസമാണ്, അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ ദിവസമാണ്. ആ ദിവസം അങ്ങനെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം ഭക്തിയുടെ നിർവൃത്തിയാണ് നൽകുന്നത് എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. ശരണമന്ത്രം മുഖരിതമായി ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ശബരിമലയിലെ ഏറ്റവും പ്രധാന ദിവസം സന്നിധാനത്ത് ഒന്ന് നിലയ്ക്കാൻ സാധിക്കുക, സന്നിധാനത്ത് ആ സാന്നിധ്യം, ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭക്തർക്ക് എത്രത്തോളം ജീവിത പുണ്യം, അവരുടെ ജീവിത ആഗ്രഹ സഫലീകരണത്തിൻ്റെ നിമിഷമാണ് എന്നുള്ളത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളതാണ് ഓരോ ഭക്തരിൽ നിന്നും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവരും തുല്യരായി, എല്ലാവരും അയ്യപ്പസ്വാമിയിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട്, മനസ്സും ശരീരവും അയ്യപ്പസ്വാമിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്വാമിമാരായി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും പുണ്യകരമായ ദിവസത്തിൽ ഈ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുക, ഒന്ന് അവരുടെ സാന്നിധ്യം ഇവിടെ നിലയുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭക്തർക്ക്